അല്ല, നമ്മളിപ്പോൾ നിർബന്ധിതരായിരിക്കുകയാണ്. നമ്മൾ ഗവൺമെൻറ് സൈൻ ചെയ്തു പണം വാങ്ങിച്ചു കഴിഞ്ഞു. ഞങ്ങളതിൻ്റെ അല്ല, ഞാൻ സംസാരിക്കുമ്പോൾ വീണ്ടും ചോദിക്കല്ലേ അങ്ങ്? ഞാൻ മറുപടി പറയട്ടെ. നിങ്ങൾക്ക് എന്താണ് ഇത്ര പ്രശ്നം? അല്ല, നിങ്ങൾ അത് തന്നെയല്ലേ ചോദിച്ചു, അതിനല്ലേ ഞാൻ മറുപടി പറയണേ. നിങ്ങളെന്തിനാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറുന്നത്? ഇടയ്ക്കിടയ്ക്ക് കയറരുത്. നിങ്ങൾ ചോദിച്ചാൽ ഞാൻ മറുപടി പറയാം. ഞാൻ അവിടെ ഇരിക്കുമല്ലേ? ഇതെല്ലാം തീർത്ത് അങ്ങ് വീണ്ടും ചോദിക്കുന്നത് എന്തിനാ? അങ്ങ് ചോദിച്ചത് ഞാൻ കേട്ടല്ലോ, ഞാൻ പറയാനാ ചോദിക്കുന്നത്. അല്ല, നിങ്ങളെല്ലാം വീണ്ടും ചോദിക്കാൻ. ഞാൻ പറയട്ടെ മറുപടി. ഞാൻ പറഞ്ഞത് ഇപ്പോൾ PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ അംഗമാണ്. കേരള എഗ്രിമെൻ്റ് ഒപ്പുവെച്ചു. അതിൻ്റെ ഭാഗമായി പണം വാങ്ങിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളിതിനെ സംസ്ഥാന സർക്കാരിനെ ബാധിക്കാത്ത തരത്തിൽ വിദ്യാഭ്യാസ വിഷയത്തിൽ നമുക്കുള്ള ആ വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ, സർക്കാരിനുള്ള അവകാശങ്ങൾ ബലി കഴിക്കാതെ എന്തു ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഞങ്ങൾ ആലോചിക്കുന്നതിന്. അതല്ലേ ഞങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുള്ളൂ. വേറെ ചോദിക്കും. അല്ലല്ലേ, പദ്ധതിയിൽ നമ്മൾ തുടരാൻ നമ്മൾ നിർബന്ധിതരാണ്. കാരണം ഓൾറെഡി എഗ്രിമെൻ്റ് വെച്ചു. അതിൻ്റെ ലീഗൽ സ്റ്റേറ്റസ് എന്താണ്? നമ്മൾ നിർബന്ധിതരായിരിക്കുകയാണ്. അപ്പം നമ്മൾ ചെയ്യാൻ പറ്റുന്നത് എന്താ? ഇവിടെ ചോദിച്ചതുപോലെ നമ്മൾ സംസ്ഥാനത്തിൻ്റെ അവകാശങ്ങളെ ബാധിക്കാതെ. ഇപ്പോൾ NEP കുറിച്ച് പറഞ്ഞു. NEP നേരത്തെ നടപ്പാക്കി. കേരളത്തിൽ ഹയർ സെക്കൻഡറിയിലെ 12 വിഷയങ്ങൾ NCERT ആണ് കൊടുക്കുന്നത്. 40 വിഷയങ്ങൾ കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. NEP നേരത്തെ അങ്ങനെ തന്നെയാണ് നടപ്പാക്കിയത്. നേരത്തെ നടപ്പാക്കി തുടങ്ങി NEPയുടെ. അല്ല, അതിന് ഓൾറെഡി ഒരു സർക്കാർ എഗ്രിമെൻ്റ് വെച്ചതാണ്. അതിന് നിയമപരമായ നടപടിക്രമങ്ങൾ കൊണ്ട് നമ്മൾ അതിൻ്റെ അകത്ത് നിൽക്കുകയാണ്, നിർബന്ധിതരായിരിക്കുകയാണ്. ഒരു ഗവൺമെൻറ് എഗ്രിമെൻ്റ് വെച്ചതാണ്. എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി എഗ്രിമെൻ്റ് വെച്ചതാണ്. ഞാൻ ധനകാര്യ വകുപ്പിൻ്റെ റിപ്പോർട്ട് വരെ വായിക്കാം. ധനകാര്യ വകുപ്പിൻ്റെ ആ കാലഘട്ടത്തിൽ ധനകാര്യ വകുപ്പ് തീരുമാനമെടുത്ത് ഫിനാൻഷ്യൽ ക്ലിയറൻസ് കൊടുത്തു. എല്ലാ ക്ലിയറൻസും കൊടുത്തിട്ടാണ് ഗവൺമെൻറ് പോയിട്ട് ഒപ്പുവെച്ചത്. എല്ലാ സംസ്ഥാനങ്ങളും ഒപ്പുവെച്ചു. ഞങ്ങൾ വിവിധ സംസ്ഥാനങ്ങളുമായിട്ട് കൂടി ഇതിൽ ഒപ്പുവെച്ച BJP ഇതര സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായിട്ട് കൂടി സംസാരിച്ചു. അപ്പോൾ ഞങ്ങൾ ജോയിൻ്റായിട്ട് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ അവകാശങ്ങളെ തൊടാത്ത രീതിയിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള കൂട്ടായ തീരുമാനം എടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്.